ഓക്കെ. ഇത് ചെയ്യാം. കൺസോൾട്ടേഷനിലെ ഡോബ്രിക്കോ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇത് ആരെങ്കിലും ട്രൈ ചെയ്തായിരുന്നോ? ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു? ഈ ക്വസ്റ്റ്യൻ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയായിരുന്നോ? എടാ എന്റെ ഓഡിയോ ക്ലിയർ അല്ലേ? ഓഡിയോ ആൻഡ് വീഡിയോ ക്ലിയർ അല്ലേ? റെസ്പോണ്ട് ചെയ്യോ? ഓഡിയോ ആൻഡ് വീഡിയോ ക്ലിയർ ആണോ? റെസ്പോണ്ട് ചെയ്യോ? ഈ ക്വസ്റ്റ്യൻ ട്രൈ ചെയ്തായിരുന്നോ? ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു? ഇല്ല കുഴപ്പമൊന്നുമില്ല, ചെയ്തില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു ആരെങ്കിലും? പറയടാ. ആ, ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു? ഒന്ന് റെസ്പോണ്ട് ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞോ? ആ, ഇല്ല. സോ എന്റെ സ്ക്രീൻ വിസിബിൾ അല്ലേ? സ്ക്രീൻ കാണാനോ? സ്ക്രീൻ കാണാൻ പറ്റണ്ടേ? സ്ക്രീൻ കാണാൻ പറ്റണേ? ആ, യെസ്. കൺസോൾട്ടേഷൻ. കൺസോൾട്ടേഷൻ എടുത്തതല്ലേ? കൺസോൾട്ടേഷൻ ഫുള്ള് കഴിഞ്ഞതല്ലേ? പ്രശ്നമൊന്നുമില്ല. കൺസോൾട്ടേഷൻ ഫുള്ള് ടോപ്പിക് കഴിഞ്ഞതല്ലേ? അപ്പൊ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് മാത്രമല്ലേ ഉള്ളൂ. എനിക്ക് ഈ ബാച്ചിൽ അറിയാത്തതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ബാച്ചിൽ എടുക്കാത്തതുകൊണ്ട് എനിക്ക് ഇതിനെ പറ്റി അറിയില്ല. കൺസോൾട്ടേഷൻ, ആ യെസ്, ഓക്കെ. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഡോബ്രിക്കോ. ഇവിടെ ഇതൊരു ഈ ക്വസ്റ്റ്യന്റെ ഒരു പ്രത്യേകത എപ്പോഴേ പറയാം. സാധാരണ നമ്മുടെ കൺസോൾട്ടേഷന്റെ ക്വസ്റ്റ്യനുകളിൽ ഒരു പാരന്റും എത്ര സബ്സിഡറി നോർമലി ഉണ്ടാവാറുണ്ട്? നോർമലി നിങ്ങൾ ചെയ്യണ ക്വസ്റ്റ്യനുകളിൽ എത്ര സബ്സിഡറി ഉണ്ടാവാറുണ്ട്? റെസ്പോണ്ട് ചെയ്യും. നോർമലി നിങ്ങൾ ചെയ്യണ ക്വസ്റ്റ്യനുകളിൽ എത്ര സബ്സിഡിയറി ഉണ്ടാവാറുണ്ട്? 1. എന്നാൽ ഈ ക്വസ്റ്റ്യനിൽ അങ്ങനെയല്ല. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് 2 സബ്സിഡറി ആണ് ഉണ്ടാവുക. 2 സബ്സിഡറി നമുക്കുണ്ട്. അതാണ് ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത. ഒരു പാരന്റും 2 സബ്സിഡറി. അങ്ങനെ ഉണ്ടായിക്കൂടാന്ന് വല്ലതും ഉണ്ടാ? ഒരു പാരന്റിന് ഒരു കമ്പനിയെ മാത്രമേ മേടിക്കാൻ പാടുള്ളൂ, അങ്ങനെ വല്ലതും ഉണ്ടാ? ഒരു പാരന്റിന് ഒരു കമ്പനിയെ മാത്രമേ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആ ഇല്ല. അപ്പൊ ഒരു കമ്പനി ഇവിടെ എന്ത് ചെയ്തു? 2 കമ്പനികളെ അക്യൂർ ചെയ്തു, അത്രേ ഉള്ളൂ. നമ്മൾ ചെയ്യണ കൺസോൾട്ടേഷന്റെ 5 വർക്കിംഗ് നോട്ട്സ്: വർക്കിംഗ് നോട്ട് 1, വർക്കിംഗ് നോട്ട് 2 നെറ്റ് അസറ്റ്സ് ഓഫ് സബ്സിഡറി, NCI, ഗുഡ് വില്, ഗുഡ് എടാ ഇതില് കാണിച്ചു തരാം. നമുക്ക് 5 വർക്കിംഗ് നോട്ട്സ് ആണുള്ളത്. വർക്കിംഗ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് സ്ട്രക്ചർ വരണം. ഇത് നമ്മൾ 2 ചെയ്യേണ്ടി വരും, കാരണം എന്താ? 2 സബ്സിഡറി ഉണ്ട്. നെറ്റ് അസറ്റ്സ് ഓഫ് സബ്സിഡറി, അത് 2 ചെയ്യേണ്ടി വരും, കാരണം എന്താ? 2 സബ്സിഡറി ഉണ്ട്. ഗുഡ് വില് 2 ചെയ്യേണ്ടി വരും, കാരണം 2 പേരുടെ ഗുഡ് വില് കണ്ടുപിടിക്കണം. NCI 2 ചെയ്യണം. ഗ്രൂപ്പ് റീറ്റൈൻ ഏർണിങ്സ് 2 ചെയ്താൽ മതി, കാരണം എന്താ? ഗ്രൂപ്പ് റീറ്റൈൻ ഏർണിങ്സിന്റെ അകത്ത് ജസ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെന്റ് എക്സ്ട്രാ വരുന്നുള്ളൂ, ഒരേപോലെ. ഇത് എല്ലാം നമ്മൾ 2 ചെയ്യണം. ആ ഒരു പ്രത്യേകത ഉള്ളൂ. നമ്മൾ ചെയ്യണ വർക്കിംഗ് നോട്ടുകളൊക്കെ ഡബിൾ ആക്കണം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇത്. പിള്ളേര് കണ്ടാൽ പേടിക്കും, കാരണം എന്താ? 2 സബ്സിഡി, അയ്യോ അങ്ങനെയൊക്കെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ ചെയ്യണ വർക്കിംഗ് നോട്ട്സുകൾ എല്ലാം റിപ്പീറ്റ് അടിക്കേണ്ടി വരും 2 തവണ. സോ ഫസ്റ്റ് വൺ, വർക്കിംഗ് നോട്ട് 1, ഗ്രൂപ്പ്. ആരെങ്കിലും എന്റെ ഒപ്പം ചെയ്യണവരുണ്ടോ? ഈ ക്വസ്റ്റ്യൻ ഇതിന്റെ ഒപ്പം ചെയ്യണ ആരെങ്കിലും, എന്റെ ഒപ്പം ചെയ്യണ ആരെങ്കിലും, അതോ നിങ്ങൾ ജസ്റ്റ് കേട്ടോണ്ടിരിക്കുകയാണ്? എങ്ങനെയാ? കേട്ടോണ്ടിരിക്കാണ് നോർമലി ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ കേൾക്കും പിന്നെ ചെയ്യാം, അങ്ങനെയല്ലേ ഉദ്ദേശിച്ചേ? ആ പാരന്റ് ഗ്രൂപ്പ് സ്ട്രക്ചർ അല്ല. ഗ്രൂപ്പ് സ്ട്രക്ചറിൽ നമ്മുടെ കമ്പനിയുടെ പാരന്റ് നോക്കാം. ഡോബ്രി കമ്പനി പർച്ചേസ്. ഓക്കെ, ഡോബ്രിയാണ് പാരന്റ്. ഡോബ്രി ആണ് പാരന്റ്. സബ്സിഡറി 2 പേരുണ്ടാവും. റോൾ ഉണ്ട്, പിന്നെ ഹെൻസ് ഉണ്ട്. റോളും ഹെൻസും. സബ്സിഡറി 1 റോള്, സബ്സിഡറി 2 ഹെൻസ്. ഓക്കെ, ഇത് നമുക്ക് ആദ്യം എങ്ങനെ ചെയ്യാം? ഡേറ്റ് ഓഫ് അക്വിസിഷൻ. ക്രോളിനെ അക്വയർ ചെയ്തത് ഡോബ്രി കമ്പനി പർച്ചേസ് ഇറ്റ്സ് 80% ഷെയർ ഹോൾഡിംഗ് ഇൻ ക്രോൾ കമ്പനി ഫോർ ക്യാഷ് 5 years ago. 5 years ago. 5 years ago. എന്നാൽ ഹെൻസിനെ അക്വയർ ചെയ്തതോ 1 January
2016 ആണ് കേട്ടോ. 1 ജനുവരി 2016. ഡേറ്റ് ഓഫ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് FSന്റെ ഡേറ്റ് നോക്കിയാൽ മതി. ഫോളോയിങ് ആർ ദ സമ്മറൈസ് ദ എസ്ഒഎഫ്പി ഓഫ് ദി കമ്പനീസ് ആസ് 31 ഡിസംബർ 2016. 31 ഡിസംബർ 2016. സെയിം ആയിരിക്കും. പാരന്റ് ആയി, സബ്സിഡറി ആയി, ഡേറ്റ് ഓഫ് അക്വിസിഷൻ ആയി, ഡേറ്റ് ഓഫ് റിപ്പോർട്ടിംഗ് ആയി. ഇനി പാരന്റ് പെർസെന്റേജ് നോക്കാം. പാരന്റ് പെർസെന്റേജ് എന്ന് പറയുമ്പോൾ ഇവിടെ 80% വരും, ഇവിടെ 75% വരും. NCAയുടെ പെർസെന്റേജ് എന്ന് പറയുമ്പോൾ ഇവിടെ 20% വരും, 25% വരും. ഇത്ര ഓക്കെ ആണോ? ഇത്ര ഓക്കെ ആണോ? ഈ വർക്കിംഗ് നോട്ട് സെറ്റ് ആണോ? ഈ വർക്കിംഗ് നോട്ട് ഓക്കെ ആണോ? ഓക്കെ, എല്ലാരും ഒന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. എല്ലാരും ഒന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. പറയടാ. ഈ ഫോർമാറ്റ് ഒന്ന് എഴുതിക്കോട്ടെ. SFP 31 ഡിസംബർ 2016. ഓക്കെ, വർക്കിംഗ് നോട്ട് 1 കഴിഞ്ഞു. വർക്കിംഗ് നോട്ട് 2, നെറ്റ് അസെറ്റ്സ് ഓഫ് സബ്സിഡറി എന്ന് പറയുമ്പോൾ ക്രോൾ ആണ് കേട്ടോ. ക്രോള് ഇതേപോലെ എന്തും ചെയ്യുന്നേ ഇങ്ങനെ ചെയ്താൽ മതി. ഒരു വഴിയുണ്ട്. നെറ്റ് അസെറ്റ്സ് ഓഫ് സബ്സിഡറി എഴുതിയിട്ട് ക്രോളിന് ഹെഡിങ് കൊടുക്കുക. ഇവിടെ ഹെൻസ് ഹെഡിങ് കൊടുക്കുക. ഡേറ്റ് ഓഫ് അക്വിസിഷൻ, ഡേറ്റ് ഓഫ് റിപ്പോർട്ടിംഗ്, ഡേറ്റ് ഓഫ് അക്വിസിഷൻ, ഡേറ്റ് ഓഫ് റിപ്പോർട്ടിംഗ്. നെറ്റ് അസെറ്റ്സിൽ എന്തൊക്കെ ഉണ്ടാവുക? ഷെയർ ക്യാപിറ്റൽ, ഷെയർ പ്രീമിയം, റീറ്റെയിൻഡ് ഏർണിങ്സ്, റിവാലുവേഷൻ സർപ്ലസ്, ഫെയർ വാല്യൂ ഗെയിൻ ഉണ്ടാവാറുണ്ട്, അത് കാരണമുള്ള ഡിപ്രീസിയേഷൻ. ഇത്രയാണ് നോർമലി ഉണ്ടാവുക അല്ലെ? ഇത്രയല്ലേ ഉണ്ടാവാറുള്ളൂ. എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം. ഷെയർ ക്യാപിറ്റൽ ഡേറ്റ് ഓഫ് റിപ്പോർട്ടിങ്ങിന്റെ കിട്ടണമെങ്കിൽ നമ്മൾ എവിടെ നോക്കണം? ഇത് കിട്ടണമെങ്കിൽ നമ്മൾ എവിടെ നോക്കണ്ടേ? ഡേറ്റ് ഓഫ് റിപ്പോർട്ടിങ്ങിന്റെ ഐറ്റംസ് കിട്ടണമെങ്കിൽ എവിടെ നോക്കണം? ഡേറ്റ് ഓഫ് റിപ്പോർട്ടിങ്ങിന്റെ ഐറ്റംസ് ഒക്കെ നമുക്ക് എവിടുന്ന കിട്ടാം? ഡേറ്റ് ഓഫ് റിപ്പോർട്ടിങ്സിന്റെ ഐറ്റംസ് ഒക്കെ നമുക്ക് എവിടുന്നാണ് കിട്ടുക? ഡേറ്റ് ഓഫ് റിപ്പോർട്ടിങ്ങിന്റെ കിട്ടണമെങ്കിൽ ഒന്നുമില്ല, ജസ്റ്റ് FS പോയി നോക്കുക. FS പോയി നോക്കിയാൽ ഡേറ്റ് ഓഫ് റിപ്പോർട്ടിങ്ങിന്റെ എല്ലാം കിട്ടും. ഇപ്പൊ FS ഇതേ ക്രോള്, ഇത് ക്രോളാണ് കേട്ടോ. ക്രോള് മീൻസ് ക്രോളിന്റെ ഷെയർ ക്യാപിറ്റൽ 100,000. ഷെയർ ക്യാപിറ്റൽ ഷെയർ പ്രീമിയം നോർമലി ചേഞ്ച് ആവാറില്ല. 100,000 തന്നെ. ഇവിടെ ഷെയർ പ്രീമിയം ഇല്ല, ഈ ലൈനിന്റെ ഒരു ആവശ്യമില്ല. ഇനി റിവാലുവേഷൻ സർപ്ലസ് ഉണ്ട് 30,000 രൂപ, 30,000. റീറ്റെയിൻഡ് ഏർണിങ്സ് 80,000. ഹെൻസിന്റെ 100,000 തന്നെയാവും. ഷെയർ ക്യാപിറ്റൽ നോർമലി ചേഞ്ച് ആവാറില്ല. ഹെൻസിന് റിവാലുവേഷൻ സർപ്ലസ് ഇല്ല. റീറ്റെയിൻഡ് ഏർണിങ്സ് 32,000. ഇത് നമുക്ക് അക്വിസിഷൻ ആണ് വേണ്ടത്. അക്വിസിഷൻ വേണമെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ടേ, ഡോബ്രി കമ്പനി പർച്ചേസ് വിത്ത് 80% ഷെയർ ഹോൾഡിംഗ് ഇൻ ക്രോൾ കമ്പനി ഫോർ ക്യാഷ് 5 years ago വെൻ ക്രോൾ കമ്പനീസ് റീറ്റെയിൻഡ് ഏർണിങ്സ് വർ 30,000. അക്വയർ ചെയ്യണ സമയത്ത് ക്രോളിന്റെ റീറ്റെയിൻഡ് ഏർണിങ്സ് 30,000 ആയിരുന്നു. അക്വയർ ചെയ്യണ സമയത്ത് എന്നുവെച്ചാൽ ഡേറ്റ് ഓഫ് അക്വിസിഷനിൽ ക്രോളിന്റെ മാറിപ്പോയിട്ട് ക്രോളിന്റെ റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ്. ആൻഡ് ബാലൻസ് ഓൺ റിവാലുവേഷൻ സർപ്ലസ് വാസ് 15,000. റിവാലുവേഷൻ സർപ്ലസോ 15,000 ആയിരുന്നു. ഈ ഹെൻസ് ആണ് വേണ്ടേ. ഹെൻസ് കമ്പനി ആയിട്ട് റീറ്റെയിൻഡ് ഏർണിങ്സ് ഓഫ് 16,000 എഴുതിയത് മാറി. Hence, company has retained earnings of 16,000 when Dobry company acquired 75% shareholding for cash with a further no okay. അപ്പൊ ഇവിടെ റിവാലുവേഷൻ സർപ്ലസ് ഇല്ല. ഇത്ര ഓക്കെ ആണോ? ഇത്രയും സെറ്റ് ആണോ? ഡൺ.
ഓക്കെ, ഇനി നമുക്ക് ബാക്കി വായിക്കാം. ഈ ക്യാഷ് ഇത് മേടിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഗുഡ് വിൽ കണ്ടുപിടിക്കുമ്പോഴാണ് വേണ്ടത്. എത്ര രൂപയ്ക്കാണ് മേടിച്ചത് അത് അടുത്ത വർക്ക് നോട്ടിൽ എടുക്കാട്ടെ. ഇപ്പൊ നമുക്കത് ആവശ്യമില്ല. അപ്പൊ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്സിലേക്ക് പോകാം. At the date of acquisition, the fair value of Kroll company net assets were equal to their carrying amount. ഇവിടെ ഫെയർ വാല്യൂ ഗെയിൻ എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ടോടാ? ഫെയർ വാല്യൂ ഗെയിൻ എന്ന് പറഞ്ഞ റേറ്റ് ഉണ്ടാവോ ക്രോളിന്റെ കേസിൽ? ക്രോളിന്റെ കേസിൽ ഫെയർ വാല്യൂ ഗെയിൻ ഉണ്ടാവോ? ക്രോളിന്റെ കേസിൽ ഇല്ല, ഫെയർ വാല്യൂ ഗെയിൻ ഇല്ല. കാരണം എന്താ? നെറ്റ് അസറ്റ്സിനോട് ഈക്വൽ ആണെന്നാ പറയണേ. എന്നാൽ അടുത്ത നോക്കാം. At the date of acquisition, the fair value of Hens company's net assets was equal to their carrying amount, with the exception of some plant whose fair value was 24,000 greater than its carrying amount. At this date, the plant had a remaining useful life of 4 years. Okay, ഒരു ഫെയർ വാല്യൂ ഗെയിൻ ഇല്ലേ? ഹെൻസിന്റെ കേസിൽ ഒരു ഫെയർ വാല്യൂ ഗെയിൻ ഇല്ലേ? ഹെൻസിന്റെ കേസിൽ ഒരു ഫെയർ വാല്യൂ ഗെയിൻ ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ. ഉണ്ട്, ഫെയർ വാല്യൂ ഗെയിൻ ഉണ്ട്. ഹെൻസിന്റെ കേസിലാണ് മാറിപ്പോയത്. അക്യൂർ ചെയ്യണ ദിവസം മുതൽ ആ ഗെയിൻ ഉണ്ട് 24,000 രൂപ. അപ്പൊ റിപ്പോർട്ടിങ്ങിലും കാണിക്കാം. അത് കാരണമുള്ള ഡിപ്രീസിയേഷൻ റിപ്പോർട്ടിങ്ങിൽ മാത്രം കാണിച്ചാൽ മതി. ഡിവൈഡഡ് ബൈ 4 years. മൈനസ് ആണ് കേട്ടോ, മാറിപ്പോയി. ഇനി ഈ ഗെയിൻ ഇപ്പൊ തന്നെ എന്ത് ചെയ്തേക്കാം? പി കൊണ്ടുവന്ന് കാണിച്ചേക്കാം. നോൺ കറന്റ് അസറ്റ് എന്തൊക്കെ വരിക? പി ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ്സിന്റെ ആവശ്യമില്ല, വരും. ഡോളർ ടിപിയിൽ ഇപ്പൊ തന്നെ അവർ ചെയ്ത് വെച്ചേക്കാം. 240,000 പ്ലസ് 130,000 പ്ലസ് 20,000 പ്ലസ് ഇപ്പൊ തന്നെ ആ ഫെയർ വാല്യൂ ഗെയിൻ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തേക്കാം. അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ തന്നെ അഡ്ജസ്റ്റ് ചെയ്തത്. ഇനി ആ ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ് ചെയ്തേക്കാം. ഇപ്പൊ തന്നെ ചെയ്തില്ലെങ്കിൽ മറന്നു പോകും. അതാണ് ഇപ്പൊ തന്നെ ചെയ്ത് വെക്കണേ. ഈ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ നോർമലി ഒരു പാരന്റും സബ്സിഡറി ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മൾ നോർമലി ആഡ് ചെയ്യുക. ഇവിടെ എന്താണ്, വേറൊരു സബ്സിഡറിയും കൂടെ ഉള്ളതുകൊണ്ട് ഈ ആളുടെ പിയും കൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്തു? ഫെയർ വാല്യൂ ഗെയിനും ഞാൻ ആഡ് ചെയ്തു. അത് കാരണമുള്ള ഡിപ്രീസിയേഷൻ ഞാൻ കുറയ്ക്കുകയും ചെയ്തു. ഓക്കെ ആണോ? ഇപ്പൊ ചെയ്തത് ഓക്കെ ആണോ? ഇത് ഞാൻ മറന്നു പോകണോണ്ടാണ് ഞാൻ എനിക്ക് മറവി കൂടുതലായിട്ടാണ് ഞാൻ ചെയ്ത് വെക്കണത്. നിങ്ങളും മറന്നു പോകും. അപ്പൊ നിങ്ങളും ചെയ്ത് വെച്ചേക്കാം. എന്ത് ചെയ്യുക? അതിന്റെ സം എടുക്കുക. പോസ്റ്റ് അക്വിസിഷൻ റിസർവ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ കണ്ടുപിടിച്ച് വെച്ചേക്കാം. പക്ഷെ ഇവിടെ റിവാലുവേഷൻ സർപ്ലസ് വന്നുകൊണ്ട് ഇപ്പൊ കണ്ടുപിടിക്കണ്ട, കഴിയുന്നുണ്ട്. റിവാലുവേഷൻ സർപ്ലസ് ഉള്ള കേസിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്യാനുണ്ട്. ഈ വർക്കിനോട്ട് ഓക്കെ ആണോ? എടാ ഇത് നിങ്ങൾ പഠിച്ച രീതിക്ക് ആയിരിക്കില്ല ഞാൻ ചിലപ്പോൾ ചെയ്യണേ. പക്ഷെ ഇത് മനസ്സിലാവുണ്ടോ? നിങ്ങൾ ചെയ്തത് ഇത് മനസ്സിലായോ? ഈ വർക്കിനോട്ട് സെറ്റ് അല്ലേ? വർക്കിനോട്ട് 2 ഓക്കെ ആണോ? എല്ലാരും ഒന്ന് പറയോ? ക്ലാസ്സിൽ 4 പേര്, 4 പേരുണ്ട്. അടുത്തത് വർക്കിംഗ് നോട്ട് 3. അടുത്ത വർക്കിംഗ് നോട്ട് ഏതാ? അടുത്ത വർക്കിംഗ് നോട്ട് ഏതാ? അടുത്ത വർക്കിംഗ് നോട്ട് ഏതാ? ഏതാ വർക്കിംഗ് നോട്ട് അടുത്ത്? ഗുഡ് വിൽ. എല്ലാരും റെസ്പോണ്ട് ചെയ്യണേ. ഗുഡ് വിൽ ഒരെണ്ണം കണ്ടുപിടിച്ചാൽ മതിയോ? പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തീർക്കാം. ഈ ക്വസ്റ്റ്യൻ എപ്പോ കഴിയണം അപ്പൊ ഞാൻ നിർത്തും. ഗുഡ് വിൽ ഒരെണ്ണം കണ്ടുപിടിച്ചാൽ മതിയോ? ഒരെണ്ണം കണ്ടുപിടിച്ചാൽ മതിയോ? 2 എണ്ണം. അപ്പൊ റോളിന്റെ ഹെൻസിന്റെ 2 ആയിട്ട് കണ്ടുപിടിക്കാം. Fair value of consideration paid. ആദ്യം കൺസിഡറേഷൻ എടുക്കാം. കൺസിഡറേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഡോബറി കമ്പനി പർച്ചേസ് 80% ഓഫ് ഷെയർ ഹോൾഡിംഗ് ഇൻ ക്രോൾ കമ്പനി ഫോർ ക്യാഷ് 5 years ago.
ക്യാഷ് എന്നാ പറഞ്ഞേക്കുന്നത്. ക്യാഷ് എത്രയാ? 180,000. നോക്കിയാണോ? ഈ 180,000 എനിക്ക് ഇവിടുന്ന് കണ്ടാ കിട്ടിയേ. ക്യാഷ് എന്ന് പറഞ്ഞു, ആ ക്യാഷ് കാണിച്ചേക്കുന്നത് ഇവിടെയാണ്. ഇൻവെസ്റ്റ്മെന്റ് ക്രോൾ കമ്പനി 180,000. നോക്കിയാണോ? ആ 180,000 എങ്ങനെ കിട്ടിയെന്നുള്ള മനസ്സിലായോ? ക്യാഷിനാണ് മേടിച്ചതെന്നാണ് പറഞ്ഞത്, പക്ഷെ ക്യാഷ് എത്രയാന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ എവിടെ പോയി നോക്കി? SOFBിൽ ഇൻവെസ്റ്റ്മെന്റിൽ പോയി നോക്കിയപ്പോ 180,000 കാണിച്ചു. ഇവിടെ എല്ലാരും പറയടാ, ഒരാൾ മാത്രമേ പറയുള്ളൂ. 180,000. ഇനി വേറെ അടുത്തത് ഹെൻസ് കമ്പനിയുടെ നോക്കാം. ഹെൻസ് കമ്പനിയുടെ ഹെൻസ് കമ്പനിക്ക് എത്ര ടൈപ്പ് ഓഫ് കൺസിഡറേഷൻ ഉണ്ടാ എന്ന് പറഞ്ഞേ. എത്ര ടൈപ്പ് ഓഫ് കൺസിഡറേഷൻ ഉണ്ട്? ഹെൻസ് കമ്പനിക്ക് എത്ര ടൈപ്പ് ഓഫ് കൺസിഡറേഷൻ ഉണ്ട്? 3. ഏതൊക്കെയാ? ഒന്ന് ക്യാഷ്, പിന്നെ ഏതൊക്കെയാ? ഏതൊക്കെയാ ഇത് പറയോ? എടാ എല്ലാരും പറയടാ. ഒരാൾ 3 എന്ന് പറഞ്ഞു, ബാക്കിയുള്ളവർക്ക് ആൻസർ ഇല്ല. നെബിൻ ആൻഡ് ബെറ്റി. ബെറ്റി ഇതുവരെ ഒന്നും വേണ്ടിയിട്ടില്ല. നിഖിലും നെബിനും എന്തെങ്കിലും പറയുന്നുണ്ട്. ബെറ്റി എവിടെ? നിഖിലെ ആ 3 ഏതൊക്കെ ഒന്ന് പറഞ്ഞേ. ചാറ്റിൽ തന്നെ റെസ്പോണ്ട് ചെയ്താൽ മതി. പറയടാ. നിങ്ങൾ പറഞ്ഞ് എനിക്ക്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വെറുതെ എടുക്കണ പോലെ പോവും. അതുകൊണ്ടാണ് ഷെയർ, ക്യാഷ് ആൻഡ് ബോത്ത്. ഷെയർ, ക്യാഷ് അല്ലടാ. ഇവിടെ ആകെ നമുക്കുള്ള കൺസിഡറേഷൻ ക്യാഷ് കൺസിഡറേഷൻ ഉണ്ട്. ക്യാഷ് കൺസിഡറേഷനും ഉണ്ട്, ഡെഫേർഡ് കൺസിഡറേഷനും ഉണ്ട്. ഷെയർ കൊടുക്കണല്ലോ അവിടെ. ഇവിടെ നോക്കി, ക്യാഷ് ആണ് കൊടുക്കണേ. 75% ഷെയർ മേടിച്ചത് ക്യാഷ് കൊടുത്തിട്ടാണ്. 100,000 ക്യാഷ് കൊടുത്തിട്ടാണ്. 100,000 ക്യാഷ് കൊടുത്തിട്ടാണ് 75% ഷെയർ മേടിച്ചത്. ഇനി 87,200 എന്ന് പറയുന്നത് ഡെഫേർഡ് കൺസിഡറേഷൻ ആണ്. വിത്ത് എ ഫർദർ ക്യാഷ് പേയ്മെന്റ് ഓഫ് 87,200 ഡെഫേർഡ് എന്ന് വെച്ചാൽ ഇപ്പൊ കൊടുക്കണല്ലോ, അൺടിൽ 1 ജനുവരി 2017 എന്ന് വെച്ചാൽ അടുത്ത കൊല്ലം. അക്യൂർ ചെയ്യണത് 1 ജനുവരി 2016 ആണ്. അടുത്ത കൊല്ലമാണ് കൊടുക്കണേ. ഓക്കെ. അപ്പോൾ ഈ 87,200 തന്നെ കാണിച്ചാൽ ശരിയാവും. ഇവിടെ 87,200 തന്നെ കാണിച്ചാൽ ശരിയാവും എന്ന് പറയോ? 87,200 കാണിച്ചാൽ ശരിയാവോ? ഇല്ല. ഇത് അടുത്ത കൊല്ലമാണ് കൊടുക്കണേ. അടുത്ത കൊല്ലം കൊടുക്കണേനെ നമുക്ക് പ്രസന്റ് വാല്യൂലേക്ക് ആക്കണം. പ്രസന്റ് വാല്യൂലേക്ക് ആക്കണമെങ്കിൽ നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ തന്നെ അത് തന്നിട്ടുണ്ട്. 9% ആണ്. 87,200 into 1/1.09 80,000 വരും. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതൊന്ന് വായിച്ചേ. നോ അക്കൗണ്ടിങ് എൻട്രീസ് ഹാവ് ബീൻ മെയ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് ദ ഡെഫേർഡ് കൺസിഡറേഷൻ. ഇവര് ഈ ഡെഫേർഡ് കൺസിഡറേഷൻ ഒരു ലയബിലിറ്റി ആണ്. ഇവര് ഇത് ലയബിലിറ്റി ആയിട്ട് കാണിച്ചിട്ടില്ല എന്നാണ് പറയണേ. ഇവരിത് ലയബിലിറ്റി ആയിട്ട് കാണിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ കാണിക്കണം. നമ്മൾ കാണിക്കുമ്പോൾ കറന്റ് അസറ്റ്സ് എഴുതുക, ടോട്ടൽ അസറ്റ്സ് എഴുതുക, ലയബിലിറ്റി എഴുതുക, ലയബിലിറ്റി എഴുതുക, ലയബിലിറ്റി കറന്റ് ലയബിലിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ തന്നെ കൊണ്ടുവന്ന് കാണിച്ചേക്കാം. ഇവര് കാണിച്ചിട്ടില്ല എന്നാണ് പറയണേ. അപ്പൊ നമ്മൾ 80,000 ലയബിലിറ്റി കാണിക്കണം. ഇത് മാത്രം കാണിച്ചാൽ പോരാ. ഈ 87,200 ആണ് 80 ആയിട്ട് മാറിയത്. 87,200 എന്ന് പറയുന്നത് അടുത്ത കൊല്ലത്തെ വാല്യൂ ആണ്. 2017 വാല്യൂ ആണ്. നമ്മളത് പ്രസന്റ് വാല്യൂ ആക്കിയപ്പോ 16 വാല്യൂ ആയി, അക്യൂസിഷനിലെ വാല്യൂ ആയി. പക്ഷെ FS ഉണ്ടാക്കണ എന്നാ? ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഞാൻ തന്നെ പറയും. FS ഉണ്ടാക്കുന്നത് 31 ഡിസംബറിലാണ്. എന്ന് വെച്ചാൽ ഈ ദിവസം തന്നെ ആ കൺസിഡറേഷൻ കൊടുക്കണമെന്ന് നോക്കി. 31 ഡിസംബർ രാത്രി 11:59 കഴിഞ്ഞാൽ, ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ പിന്നെ എന്തായി? 1 ജനുവരി ആയി, പിറ്റേ ദിവസമായി. അപ്പൊ സെയിം ഡേ തന്നെയാണ്. ഒരു വർഷം കഴിഞ്ഞിട്ടാണ് പേയ്മെന്റ് കൊടുക്കണേ. ഒരു വർഷം കഴിഞ്ഞിട്ടാണ് FS ഉണ്ടാക്കണേ. അക്യൂർ ചെയ്യണ ദിവസത്തിൽ നിന്നും ഒരു വർഷം കഴിഞ്ഞിട്ടാണ് പേയ്മെന്റും കൊടുക്കണേ. അന്നാണ് FS ഉണ്ടാക്കണേ. അപ്പൊ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള വാല്യൂ ആണ് 87,200. അതിന്റെ പ്രസന്റ് വാല്യൂ ആണ് 80,000. അപ്പൊ ആ 7,200 എന്തായിരിക്കും? ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ ഒരു കൊല്ലത്തിന്റെ ഈ അൺവൈൻഡിങ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതാണ് ഈ 7,200. അതും കൂടെ കാണിച്ചേക്കുക. അതെങ്ങനെ വന്നു എന്ന് വെച്ചാൽ അത് വേണമെങ്കിൽ അതും കൂടെ കാണിക്കാം. അതെങ്ങനെ വന്നു എന്നുള്ളത് എന്ത് ചെയ്യാം? 80,000 ഇൻറ്റു
9% ഇതാണ് വരേണ്ടതാണ്. യെസ് 80,000 വന്നു, അതിന്റെ 9% കാണിച്ചു. ഇത് ഞാൻ ഇപ്പൊ തന്നെ കാണിക്കാനുള്ള കാരണം ഞാൻ അല്ലെങ്കിൽ മറന്നു. ഇനി അതിന്റെ ഒപ്പം എന്ത് ചെയ്യാം, ലേബിലിറ്റികൾ ആഡ് ചെയ്യാം. പാരന്റിന്റെ സബ്സിഡി 308,000 90,000 ഓക്കെയാണോ? ഓക്കെയാണോ? ഈ ചെയ്ത വർക്കിംഗ് ഓക്കെയാണോ? എല്ലാരും ഒന്ന് പറയടാ. അപ്പൊ ക്യാഷ് കൺസിഡറേഷനും ഡെഫേർഡ് കൺസിഡറേഷനും കഴിഞ്ഞു. ലേബിലിറ്റി ആയിട്ട് കാണിച്ചു, ഇപ്പൊ തന്നെ ഞാൻ കാണിക്കുകയും ചെയ്തു. ഇനി എന്താ വേണ്ടേ? ഫെയർ വാല്യൂ ഓഫ് NCA വേണം. ഫെയർ വാല്യൂ ഓഫ് NCA ഗുഡ്വില്ലിനെ പറ്റി പറയുന്നുണ്ട്. ഗുഡ്വില്ലിന് ഇമ്പയർമെന്റ് ഉണ്ട്, അത് നമുക്ക് വായിക്കാം. ഒരു ഇൻട്രാ ഗ്രൂപ്പ് സെയിൽ ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഡോബ്രി കമ്പനി മെഷേഴ്സ് ഗുഡ്വിൽ ആൻഡ് ദി NCA യൂസിംഗ് ദ ഫെയർ വാല്യൂ മെത്തേഡ് ഫോർ ക്രോൾ കമ്പനി. ഓക്കെ, ക്രോൾ കമ്പനിയുടെ ഫെയർ വാല്യൂ മെത്തേഡ് ആണ്. ആൻഡ് പ്രൊപ്പോർഷനേറ്റ് മെത്തേഡ് ഫോർ എയിൻസ് കമ്പനി. ദ ഫെയർ വാല്യൂ ഓഫ് NCA ഓഫ് ക്രോൾ അറ്റ് ദി ഡേറ്റ് ഓഫ് അക്വിസിഷൻ വാസ് 39,000. ക്രോളിന്റെ NCA കണ്ടുപിടിക്കുന്ന ഫെയർ വാല്യൂ, എന്നാൽ മറ്റേത് പ്രൊപ്പോർഷനേറ്റ് എന്ന് പറഞ്ഞത്. പ്രൊപ്പോർഷനേറ്റ് എന്ന് വെച്ചാൽ എന്താ, നെറ്റ് അസെറ്റ്സിന്റെ ഇത്ര പെർസെന്റേജ് NCAക്ക് ആയിരിക്കും. അപ്പൊ ഹെൻസിന്റെ അക്വിസിഷൻ ഡേറ്റിലെ നെറ്റ് അസെറ്റ്സ് നമ്മൾ എടുക്കുക, അത് 140,000 ആണ് അല്ലേ? അതാണ് പ്രൊപ്പോർഷനേറ്റ്. പ്രൊപ്പോർഷനേറ്റ് എന്ന് വെച്ചാൽ എന്താ, ആ സബ്സിഡറിയുടെ നെറ്റ് അസെറ്റ്സിന്റെ ഇത്ര പെർസെന്റേജ് NCAക്ക്. എത്ര പെർസെന്റേജാ ഹെൻസ്? എത്ര ഹെൻസ് വെച്ച് 25%, 25%. ഓക്കെയാണോ? ഇത് ചെയ്താൽ മനസ്സിലായോ? ഫെയർ വാല്യൂ ഓഫ് NCA മനസ്സിലായോ? പറയടാ, എല്ലാരും പറ. നെറ്റ് അസെറ്റ്സ് ഡേറ്റ് ഓഫ് അക്വിസിഷൻ. ഇനി എന്ത് ചെയ്യാം, അതിൽ നിന്ന് നെറ്റ് അസെറ്റ്സ് കുറയ്ക്കുക. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 145,000. ഗുഡ്വിൽ അറ്റ് ഡേറ്റ് ഓഫ് അക്വിസിഷൻ കിട്ടി. ഗുഡ്വിൽ അറ്റ് ഡേറ്റ് ഓഫ് അക്വിസിഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് റിപ്പോർട്ടിംഗ് ആണ് വേണ്ടത്. റിപ്പോർട്ടിങ്ങിന് ഇമ്പയർമെന്റിനെ പറ്റി പറയുന്നുണ്ട്. ഇമ്പയർമെന്റിനെ പറ്റി അപ്പൊ ഈ വർക്കിനോട്ട് കഴിഞ്ഞിട്ടോ, കഴിഞ്ഞ വർക്കിനോട്ടുകളൊക്കെ എന്ത് ചെയ്താ കളർ ചെയ്ത ചേട്ടാ. ഇപ്പൊ കഴിയും, ഇതും കളർ ചെയ്തൊക്കെ. At the end of 2016, the goodwill impairment review revealed a loss of 8,000 in the relation to the business. Okay, ക്രോളിന്റെ ഹെൻസിന്റെ അൺഇമ്പയർഡ് ആണ്, പക്ഷെ ക്രോളിന് 8,000 ഇമ്പയർമെന്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ മറ്റേ ആൾക്ക് ഇമ്പയർമെന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഗുഡ്വിൽ അറ്റ് ഡേറ്റ് ഓഫ്, ഈ ഗുഡ്വിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗുഡ്വില്ലാണ് നമ്മൾ ഇവിടെ കാണിക്കണ്ടേ, നോൺ കറന്റ് അസറ്റ് കാണിക്കണം. അപ്പൊ തന്നെ കാണിച്ചേക്കാം. നമ്മൾ നോർമലി ഒരു ഗുഡ്വില്ലാണ് കാണിക്കുക, ഇവിടെ രണ്ടുപേരുടെ ഉള്ളതുകൊണ്ട് രണ്ടുപേരെയും കൂടെ ആഡ് ചെയ്ത് കാണിക്കാം. ഇനി ആ ഗുഡ്വില്ല് ഇമ്പയർമെന്റ് നമ്മൾ പാരന്റിനും NCAക്കും കൊടുക്കണ്ടേ? വേണ്ടേ? കൊടുക്കണോ? ഏതോ ഒരു മെത്തേഡ് പ്രകാരം കൊടുക്കണം. ഏതോ ഒരു മെത്തേഡ് പ്രകാരം നമ്മൾ കൊടുക്കണം. ഈ മെത്തേഡിൽ കൊടുക്കണോ? ക്രോളിന്റെ നമ്മൾ ഫെയർ വാല്യൂ മെത്തേഡിലാണ് ഗുഡ്വില്ല് കണ്ടുപിടിച്ചേക്കണേ, ക്രോളിന്റെ. മറ്റേ ആളുടെ നെറ്റ് അസെറ്റ്സ് മെത്തേഡില്ല. ഏതോ ഒരു മെത്തേഡ് ആണെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഇവിടെ കൊടുക്കണോ വേണ്ടയോ? കൊടുക്കണോ വേണ്ടയോ? കൊടുക്കണോ വേണ്ടയോ? ഇവിടെ കൊടുക്കണം. ഫെയർ വാല്യൂ മെത്തേഡ് ആണെങ്കിൽ ഗുഡ്വില്ല് ഇമ്പയർമെന്റ് പാരന്റിനും NCAക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. അടുത്ത വർക്കിംഗ് നോട്ട് 4. പ്രൊപ്പോർഷനേറ്റ് ആണെങ്കിൽ കൊടുക്കണ്ട. ഫെയർ വാല്യൂ ഓഫ് NCA percentage of par, percentage of resource. പിന്നെ URP ഉണ്ടെങ്കിൽ NCA പെർസെന്റേജ് ഓഫ് URP ഉണ്ടെന്നാണ് എനിക്ക് തോന്നല്. പിന്നെ NCA പെർസെന്റേജ് ഓഫ് ഇമ്പയർമെന്റ് ആണല്ലേ,
അതിൽ ഫെയർ വാല്യൂ ഓഫ് എൻ സി നമ്മൾ ഓൾറെഡി ഇവിടെ എടുത്തിട്ടുണ്ട്. തന്നെ എടുക്കുക. ഇത്രയും ചെയ്ത് ഓക്കെ ആണോ? ഈ വർക്കിംഗ് നോട്ട് 3 വരെ ഇത്ര ഓക്കെ ആണോ എന്ന് പറയൂ. ഇത്രയും ചെയ്തത് ഓക്കെ ആണോ? ഞാൻ പറഞ്ഞു. ഓക്കെ. ഈ എൻ സി ഐ പെർസെന്റേജ് ഓഫ് പാർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയണത് ഇതിന്റെ അതിന്റെ ഡിഫറൻസ് എടുത്താൽ മതി. എൻ സി ഐ പെർസെന്റേജ് ഓഫ് പാർ എന്ന് പറയുമ്പോൾ ഇത് മൈനസ് ഇത് ഇൻറ്റു 80%. പെർസെന്റേജ് എന്ന് പറയുമ്പോൾ ഐ തിങ്ക് 20 ആണെന്ന് 20 ആണ്. 20%. ഇവിടെ ഇത് മൈനസ് ഇത് ഇൻറ്റു 25%. അതൊക്കെ ഇതൊക്കെയാണോ? ഇതൊക്കെയാണോ? ചെയ്താൽ മനസ്സിലായോ? കോസ്റ്റ് അക്വിസിഷൻ എടുത്തു, ഇതിന്റെ ഡിഫറൻസ് എടുത്തിട്ട് എൻ സി ഐക്കുള്ള പെർസെന്റേജ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെയാണോ? ഓക്കെയാണോ? ഇനി യു ആർ പി ഉണ്ടെങ്കിൽ ആരാണ് വിൽക്കണേന്നുള്ള നോക്കണം. സബ്സിഡറി ആണ് വിൽക്കണമെങ്കിൽ യു ആർ പി എൻ സി ഐക്ക് കൊടുക്കണം. പാരന്റ് ആണ് വിൽക്കണമെങ്കിൽ വേണ്ട. നോക്കാം. ഡ്യൂറിംഗ് November 2016, Kroll company sold goods to Dobry company for 18,000 at a markup on cost of okay. അപ്പൊ യു ആർ പി ഉണ്ട്. യു ആർ പി കണ്ടുപിടിക്കണമെങ്കിൽ സി പി എസ് കോസ്റ്റ് പ്രോഫിറ്റ് സെയിൽസ് എടുക്കുക. മാർക്കപ്പ് ആണ്. മാർക്കപ്പ് ആണെങ്കിൽ കോസ്റ്റ് 100%, പ്രോഫിറ്റ് എത്രയാ 20%, സെയിൽസ് 20%. പ്രോഫിറ്റ് നമുക്ക് തന്നേക്കണം എന്താ? സെയിൽസ് പ്രൈസ് ആണ് തന്നേക്കണേ 18,000. കണ്ടുപിടിക്കേണ്ടത് നമുക്ക് യു ആർ പി അഥവാ പ്രോഫിറ്റ് ആണ്. സെയിൽസ് തന്നുകൊണ്ട് അടിയിൽ ഡിനോമിനേറ്ററിൽ 120 എടുക്കുക. ഇതിന്റെ എത്ര പെർസെന്റേജ് ബാക്കിയുള്ളത്? ഹാഫ് ആണ്. അപ്പൊ ഇതിന്റെ 50% എടുക്കുക. 1500 നമ്മുടെ യു ആർ പി വരിക. അതില് ക്രോളാണ് ആരത് വിൽക്കണേ? ക്രോളാണ്. അപ്പൊ ഇവിടെ മാത്രമേ യു ആർ പിയുടെ ആവശ്യമുള്ളൂ. ഈ 1500 മൊത്തം സബ്സിഡറിക്ക് അല്ല എൻ സി ഐക്ക് അല്ല. ഇതിന്റെ 25% എൻ സി ഐയുടെ പ്രോഫിറ്റ്. ഈ ചെയ്ത മനസ്സിലായോ? ഇതൊന്ന് ചിന്തിച്ചോട്ടെ. ഒന്ന് നിങ്ങളൊന്ന് റൺ ചെയ്തോ. ഞാൻ എന്ത് ചെയ്തു? ആദ്യം യു ആർ പി കണ്ടുപിടിച്ചു. യു ആർ പി മൊത്തം പാരന്റിനും സബ്സിഡറിക്കുള്ള പാരന്റിനുള്ള അതിന്റെ ഒരു ഇത്തിരി പെർസെന്റേജ് എന്താണ് ഇവിടെ വിൽക്കണത്? ക്രോളാണ് അഥവാ സബ്സിഡറി ആണ് വിൽക്കണേ. അപ്പൊ അതിന്റെ ഒരു ഇത്ര ശതമാനം പാരന്റിനും ഇത്ര ശതമാനം എൻ സി ഐക്കാണ്. അപ്പൊ 1500 25%, 25 അല്ല 20 അല്ലേ, 20% എന്ത് ചെയ്യാ? എൻ സി ഐക്ക് കൊടുത്തു. ഓക്കെയാണോ? നിങ്ങൾ ചിലപ്പോൾ ഇത് വർക്കിംഗ് നോട്ട് 2-ലായിരിക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചേക്കുന്നത്. ഞാൻ നോർമലി ഇങ്ങനെയാണ് ചെയ്യിപ്പിക്കാറ്. അതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡ് ചെയ്യിപ്പിച്ചത്. ഓക്കെയാണോ? അത് മനസ്സിലായോ? ഇനി ഇമ്പയർമെന്റും ഇത് ഇൻറ്റു എത്ര പെർസെന്റേജ്? 20%. ഇനി എന്ത് ചെയ്യാൻ സംഭവിക്കുക? എൻസിന്റെ കേസിൽ യു ആർ പി വരാത്തതിന്റെ റീസൺ എൻസ് ഒന്നും വിറ്റിട്ടില്ല, അതുകൊണ്ട് വരില്ല. എൻസിന്റെ കേസിൽ ഇമ്പയർമെന്റ് ഇല്ല, അതുകൊണ്ട് അവിടെയും വരില്ല. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം,
ഇവിടെ ദേ വീണ്ടും പറയണ്ട ഹാഫ് ഓഫ് ദീസ് ഗുഡ്സ് വേർ സ്റ്റിൽ ഹെൽഡ് ബൈ ഡോഗറി കമ്പനി ആസ് ആൻഡ് ബാലൻസ് പേബിൾ സ്റ്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത്. ബാലൻസ് പേബിൾ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് വെച്ചാൽ ഒരു ഇൻട്രാ ഗ്രൂപ്പ് റിസീവബിളും പേയബിളും ഉണ്ടെന്നാണ് അർത്ഥം. അതുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേക്കാം. ഇപ്പൊ തന്നെ ഇൻട്രാ ഗ്രൂപ്പ് റിസീവബിൾ കറണ്ട് അസറ്റിൽ പോവാ. കറണ്ട് അസറ്റിൽ പോയിട്ട് 526 ആദ്യം 18,000 ഞങ്ങൾ കുറയ്ക്കുക. -18,000 കുറയ്ക്കുക. ഇൻട്രാ ഗ്രൂപ്പ് റിസീവബിൾ ആണ്, അതുകൊണ്ട് കുറയ്ക്കാം. കാരണം ആ ബാലൻസ് പേയബിള് അവർ പറയണത് ഇതുവരെ അങ്ങോട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ ഇൻട്രാ ഗ്രൂപ്പ് റിസീവബിളിനെ നമ്മൾ ക്യാൻസൽ ചെയ്യണം. എന്ത് ചെയ്യാം? കുറയ്ക്കുക. അത് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. 70,000. അതേപോലെ ഇവിടെ ഇൻട്രാ ഗ്രൂപ്പ് പേയബിളിൽ നിന്നും 18,000 കുറയ്ക്കുക. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. ഇനി ഇതിന്റെ അകത്ത് ഇൻട്രാ ഗ്രൂപ്പ് ഒരു സെയിൽസ് ഉള്ള സ്ഥിതിക്ക് അവിടെ ഒരു അൺറിയലൈസ് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്യണം. അത് എവിടെ അഡ്ജസ്റ്റ് ചെയ്യണം? ഇൻവെന്ററിയിൽ നിന്ന് കുറയ്ക്കണം. അൺറിയലൈസ്ഡ് പ്രോഫിറ്റും ഇൻവെന്ററിയിൽ നിന്ന് കുറയ്ക്കണം. അതും ഇപ്പൊ തന്നെ കുറച്ചേക്കാം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു. അത് വേണമെങ്കിൽ നമുക്ക് ലിങ്ക് ചെയ്യാം, ആയിരിക്കും നല്ലത്. ലിങ്ക് ചെയ്യണതാണ് എപ്പോഴും നല്ലത്. ഓക്കെ ആണോ? ഇപ്പൊ ചെയ്ത സ്റ്റെപ്പ് ഓക്കെ ആണോ? URPയും കുറച്ചു ഞാൻ. വേറെ എന്താ കുറച്ചേ? ഇൻട്രാ ഗ്രൂപ്പ് റിസീവബിളും പേയബിളും കുറച്ചു. ഡൺ 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 ഡൺ. ഇനി NCAയുടെ വാല്യൂ കാണിക്കാം. NCAയുടെ വാല്യൂ ഇവിടെ ഈക്വൽ ടു ഇടുക. ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് പ്ലസ് 87,600. സാധാരണ ഒരു NCA വരാറ്. ഇവിടെ രണ്ടെണ്ണം വരും. അപ്പൊ രണ്ടും ആഡ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സ്റ്റെപ്പ് ചെയ്ത് വെച്ചിട്ട് ആഡ് ചെയ്യാൻ മറന്നു വരുത്തിട്ടാ. ലാസ്റ്റ് വർക്കിംഗ് ആണ്. വർക്കിംഗ് നോട്ട് 5 ഗ്രൂപ്പ് റീറ്റെയിൻഡ് ഏർണിങ്സ്. പാരന്റ് റീറ്റെയിൻഡ് ഏർണിങ്സ് എടുക്കുക. പാരന്റ് പെർസെന്റേജ് ഓഫ് പാർ എടുക്കുക. ഇതൊക്കെ പാരന്റിന്റെ പെർസെന്റേജ് ആക്കുക. പാരന്റ് പെർസെന്റേജ് ഓഫ് URP ആക്കുക. പാരന്റ് പെർസെന്റേജ് ഓഫ് എൻവയറമെന്റ് ആക്കുക. പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് ആ ഡെഫേർഡ് കൺസിഡറേഷനിൽ അത് ആദ്യം തന്നെ ചെയ്യേണ്ടായിരുന്നു. എനിക്കിപ്പോ ഓർമ്മയുള്ളതുകൊണ്ട് പ്രശ്നമില്ല, പൊതുവെ ഓർമ്മ ഉണ്ടാവാറില്ല. ഒരു ഇതുണ്ട്, അൺവൈൻഡിങ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. അതെനിക്കിപ്പോ തന്നെ അറിയാം. 80,000 ഇൻറ്റു 9%. അത് പ്രോഫിറ്റിനെ കുറയ്ക്കും. അപ്പൊ മൈനസ് ആണ്. 7,200 മൈനസ് ചെയ്തു. ഗ്രൂപ്പ് റിട്ടേൺ ഏർണിങ്സിൽ പാരന്റ് റിട്ടേൺ ഏർണിങ്സ് ക്വസ്റ്റിന് പോയാൽ കിട്ടും. ക്വസ്റ്റിന് പോയാൽ പാരന്റ് റിട്ടേൺ ഏർണിങ്സ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. 238,000 അതും കിട്ടി. ഇനി പാരന്റ് പെർസെന്റേജ് ഓഫ് പാർ എടുക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഇത് തീർക്കാം. URP സിമ്പിളാണ്. 1,500 ഇൻറ്റു 80% ചെയ്യണം. 75 അല്ലാട്ട, കാരണം ക്രോളിന്റെ കേസാണ്. ക്രോളിന്റെ കേസിൽ പാരന്റ് 80% ആണ്. അപ്പൊ 80 ചെയ്യണം. മൈനസ് ആണ്. മൈനസിൽ ഇടാൻ മറക്കരുത്. അൺവൈൻഡിങ് അല്ല, പാരന്റ് പെർസെന്റേജ് ഓഫ് ഇമ്പയർമെന്റും
ക്രോളിന്റെ കേസാണ്. അപ്പൊ അത് ഇനി മൈനസ് ഇടേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ഞാൻ ഇമ്പയർമെന്റ് മൈനസ് ഇട്ട് വെച്ചേക്കണം. ഇനി മൈനസ് ഇട്ടാ പ്ലസ് ആയിപ്പോ സൂക്ഷിച്ചൊക്കെ ചെയ്യാം. അപ്പൊ അതുകൊണ്ടാണ്. ഇനി ഇതില് എടീ റീറ്റൈൻഡ് ഏർണിംഗ്സിന്റെ അകത്തേക്ക് റിവാലുവേഷൻ സർപ്ലസിനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? റീറ്റൈൻഡ് ഏർണിംഗ്സിന്റെ അകത്തേക്ക് റിവാലുവേഷൻ സർപ്ലസിനെ കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റുമോ? ഈ പോസ്റ്റ് അക്വിസിഷൻ റിസർവ്സ്, ആ റിസർവ്സിന്റെ അകത്ത് റീറ്റൈൻഡ് ഏർണിംഗ്സ്, റിവാലുവേഷൻ സർപ്ലസ് എല്ലാം വരും. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, റിവാലുവേഷൻ സർപ്ലസ് നമ്മുടെ ഗ്രൂപ്പ് റീറ്റൈൻഡ് ഏർണിംഗ്സ് എന്ന് പറഞ്ഞ വർക്കിംഗിൽ കാണിക്കാൻ പറ്റുമോ? റിവാലുവേഷൻ സർപ്ലസ് ഗ്രൂപ്പ്, ആ പേരിൽ തന്നെ ഉണ്ട്, ഗ്രൂപ്പ് റീറ്റൈൻഡ് ഏർണിംഗ്സ് ആണ് അവരവിടെ ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എടുത്താൽ, ഈ രണ്ടെണ്ണത്തിന്റെ ഡിഫറൻസ് എടുത്താൽ ശരിയാവോ? ഈ രണ്ടെണ്ണത്തിന്റെ ഡിഫറൻസ് എടുത്താൽ ശരിയാവോ? അതിന്റെ അകത്ത് എന്തുണ്ട്? റിവാലുവേഷൻ സർപ്ലസ് ഇല്ലേ? അപ്പൊ ഞാൻ പറയണ ഒന്ന്, ഇതാണ് ഇതിന്റെ അകത്ത് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് വർക്കിംഗ്, ഈ സാധനം. ആ ഞാൻ ഒന്നും കൂടെ ചോദിക്കാം, അത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് പറ. പോസ്റ്റ് ഈ ഇത് എന്ത് വർക്കിംഗ് ആ? ഒന്ന് എല്ലാവരും റെസ്പോണ്ട് ചെയ്തേ, പെട്ടെന്ന് പെട്ടെന്ന് റെസ്പോണ്ട്. കഴിഞ്ഞ് ഇതോടെ കഴിഞ്ഞു, ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇത് എന്താ വർക്കിംഗ്? ഇത് എന്തിന്റെ വർക്കിംഗ് ആ? എന്തിന്റെ വർക്കിംഗ് ആ? എല്ലാരും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യടാ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ വെറുതെ പറഞ്ഞു പോവാ. അതാണ് എനിക്ക് ഗ്രൂപ്പ് റീറ്റൈൻഡ് ഏർണിംഗ്സ്. യെസ്, ഈ റീറ്റൈൻഡ് ഏർണിംഗ്സിന്റെ അകത്ത് നമുക്ക് റിവാലുവേഷൻ സർപ്ലസിനെ കാണിക്കാൻ പറ്റുമോ ഇല്ലയോ? റീറ്റൈൻഡ് ഏർണിംഗ്സ് എന്ന് പറയുന്ന വർക്കിംഗിന്റെ അകത്ത് റിവാലുവേഷൻ സർപ്ലസിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? അത് വേറെ തന്നെ സാധനമല്ലേ? റിവാലുവേഷൻ സർപ്ലസ് നമ്മൾ എന്തിനാണ് സബ്സിഡറിയുടെ എടുക്കണേ? നമ്മൾ പാരന്റിന് മാത്രമേ കാണിക്കുള്ളൂ, അപ്പൊ അത് കാണിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ പാരന്റ് പെർസെന്റേജ് ഓഫ് പാർ എന്ന് വെച്ചാൽ എന്താ? പോസ്റ്റ് അക്വിസിഷൻ റിസർവ്സ്, അഥവാ ഈ സാധനത്തിന്റെ ഡിഫറൻസ്, ഇതിന്റെ രണ്ടിന്റെയും ഇത് നമ്മൾ NCAയുടെ പെർസെന്റേജ് കൊടുത്തു. പാരന്റിന്റെ പെർസെന്റേജ് എടുക്കുമ്പോൾ ഉള്ള പ്രശ്നം, ഈ രണ്ട് എമൗണ്ടിലും റിവാലുവേഷൻ സർപ്ലസ് ഇൻക്ലൂസീവ് അല്ലേ? ക്രോളിന് റിവാലുവേഷൻ സർപ്ലസ് ഉണ്ട്, ഹെൻസിന് ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. ക്രോളിന് റിവാലുവേഷൻ സർപ്ലസ് ഉണ്ട്, അത് ഇൻക്ലൂസീവ് അല്ലേ? ഈ രണ്ട് എമൗണ്ടിലും അതില്ലേ? ഉണ്ട്. അത് അങ്ങോട്ട് എടുക്കാൻ പറ്റുമോ? പറ്റുമോ? റെഡ്യൂസ് ആക്കിയാൽ മതി. ഒരു പ്രശ്നമില്ല, റെഡ്യൂസ് ആക്കി. അതാണ് ഞാൻ പറയാൻ തന്നെ, റെഡ്യൂസ് ആക്കിയാൽ മതി. ഞാൻ റെഡ്യൂസ് ആക്കുന്നതിന് പകരം ഞാൻ നോർമലി എന്താ ചെയ്യാറെന്ന് വെച്ചാൽ, ഞാനിപ്പോ ഇതിന്റെ ഡിഫറൻസ് എടുക്കും. ഇവിടെ ആകെ ഡിഫറൻസ് വരുത്തുന്ന സാധനം ഇതാണ്, ഇത് മാത്രം എടുത്താൽ പോരെ? എടുത്താലും ശരിയല്ലേ? അതല്ലേ ഡിഫറൻസ് വരണുള്ളൂ ഇവിടെ. ആലോചിച്ച് നോക്കിയേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഈ 65,000 ഡിഫറൻസ് വരാനുള്ള റീസൺ നമ്പർ 1, ഈ 50,000 റീറ്റൈൻഡ് ഏർണിംഗ്സിന്റെ ഡിഫറൻസും. റീസൺ നമ്പർ 2, ഈ റിവാലുവേഷൻ സർപ്ലസിന്റെ ഡിഫറൻസ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടല്ലേ 65,000 വന്നേ? അല്ലേ? ഇവിടെ ഡിഫറൻസ് ഒന്നും ഇല്ല, ഷെയർ ക്യാപിറ്റലിന്റെ ഡിഫറൻസ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഈ 145ന്റെ 210ന്റെ ഡിഫറൻസിന്റെ റീസൺസ് ആണ് ഞാൻ പറഞ്ഞേ, റീറ്റൈൻഡ് ഏർണിംഗ്സും റിവാലുവേഷൻ സർപ്ലസും. അല്ലേടാ? പെട്ടെന്ന് പറ. അതെ, അതിൽ നമുക്ക് റിവാലുവേഷൻ സർപ്ലസ് വേണ്ട. അപ്പൊ 50,000 മാത്രം. 50,000ത്തിന്റെ 20% എന്ന് വെച്ചാൽ എന്താ? 10,000. അതാണ് ഞാൻ ഡയറക്റ്റ് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്തത്. ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? സ്റ്റെപ്പിൽ എന്താ ചെയ്തെന്ന് വെച്ചാൽ, ഇതിന്റെ ഡിഫറൻസ് എടുത്തു, ഡയറക്റ്റ് റീറ്റൈൻഡ് ഏർണിംഗ്സിന്റെ ഡിഫറൻസ് ഒക്കെ എടുത്തു. ഓക്കെ അല്ലേ? അതോക്കെ അല്ലേ? ക്രോളിന്റെ ഓക്കെ അല്ലേ? ക്രോളിന്റെ കേസ് ഓക്കെ അല്ലേ? എന്നാൽ ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇവിടെ പ്രശ്നമില്ല കേട്ടോ, ഇവിടെ സിമ്പിളാ. ഇവിടെ ഇതിന്റെ ഡിഫറൻസ് എടുക്കാം, കാരണം ഇവിടെ റിവാലുവേഷൻ സർപ്ലസ് ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഡിഫറൻസ് എടുക്കാം, ഡയറക്റ്റ് ഇതിന്റെ ഡിഫറൻസ് എടുക്കാം. ഇൻറ്റു എത്രയാ? 75% ഇതിപ്പോ മനസ്സിലായോ? ഈ സംഭവം മനസ്സിലായോ എന്ന് പറയോ? മനസ്സിലായോ? 240,700. 240,700 എടുക്കാൻ പറഞ്ഞു. പാരന്റ് റീറ്റൈനേഴ്സ് എടുത്തു, പാരന്റ് പെർസെന്റേജ് ഓഫ് പാർ എടുത്തു. വേറെ എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ?
വെറുതെ അല്ല, ഇവിടെ 20% ആണ് ചെയ്തത്. അത് 80% ആയിരുന്നു ഇത് ചെയ്യണ്ടേ. ഓക്കെ അല്ലേ? 20 ഞാൻ ചെയ്തത്. പാരന്റിന് പെർസെന്റേജ് ആണ് എടുക്കേണ്ടത്. ഞാൻ ചെയ്ത മാറിപ്പോയതാണ്. ഓക്കെ ഓക്കെ ആണോ? അപ്പൊ മനസ്സിലായോ? ഞാൻ ചെയ്ത തെറ്റ് മനസ്സിലായോ? ഞാൻ ഇവിടെ ഈ 80ക്ക് വരെ ഇവിടെ 20 ആണ് ഇട്ടിരുന്നത്. 80 ആയിരുന്നു എടുക്കേണ്ടത്, ഞാൻ 20 ആണ് ഇട്ടിരുന്നത്. പാരന്റ് പെർസെന്റേജ് എടുക്കണ്ടേ. ഇപ്പൊ ഓക്കെ അല്ലേ? തെറ്റ് മനസ്സിലായോ? ഞാൻ ചെയ്ത തെറ്റ് മനസ്സിലായോ? ഞാൻ ചെയ്ത തെറ്റ് മനസ്സിലായോ? തെറ്റ് മനസ്സിലായില്ലെങ്കിൽ, അങ്ങനെ ഡൗട്ട് ഒന്നും വന്നിട്ടില്ലെങ്കിൽ ഓക്കെ. ഈ സംഭവം മനസ്സിലായോ? ഇതെന്താ ചെയ്തതെന്നുള്ള മനസ്സിലായോ? ഇതെന്താ ചെയ്തതെന്നുള്ള മനസ്സിലായോ എന്ന് പറയോ? നമുക്ക് ഇത് സം ചെയ്യാം. ചെയ്യുമ്പോൾ ഷെയർ ക്യാപിറ്റൽ പാരന്റിന്റെ മാത്രം എടുക്കാൻ പാടുള്ളൂ. 500,000 ഇവാലുവേഷൻ സർപ്ലസ് ഇല്ല പാരന്റിന്. ഓക്കെ ഓക്കെ. ഇത് ടാലി ആവാൻ നോക്കാം. ടാലി ആവണ്ട നോക്കാം. എന്താ പ്രശ്നം എന്നുള്ളത് നോക്കാം. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഷെയർ ക്യാപിറ്റൽ 500. ഒരു കാര്യമുണ്ട്, റിവാലുവേഷൻ സർപ്ലസ് ഉണ്ട്. ഇവിടെ എന്ത് ചെയ്യണം? റോൾ ഉണ്ടാക്കിയ റിവാലുവേഷൻ സബ്സിഡറി ഉണ്ടാക്കിയ റിവാലുവേഷൻ സർപ്ലസിന്റെ പോസ്റ്റ് അക്വിസിഷൻ റിസർച്ചിന്റെ റിവാലുവേഷൻ സർപ്ലസ് ഈ റിവാലുവേഷൻ സർപ്ലസ് സബ്സിഡറി ഉണ്ടാക്കിയതാണ് അല്ലെ? അതിന്റെ ഒരു 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 ശതമാനം, ഇത്ര ശതമാനം പാരന്റിന് അവകാശമില്ലേ? അല്ലേ? ഇത്ര ശതമാനം പാരന്റിന് അവകാശമില്ലേ? ഇല്ലേ? ആ, അത് എടുക്കണം. അത് ആ അത് ഞാൻ പറഞ്ഞ വർക്കിംഗ് നോട്ട് 5 എടുക്കാൻ പാടില്ല ഞാൻ പറഞ്ഞോളൂ. പക്ഷെ അതെന്ത് ചെയ്യാം? റിവാലുവേഷൻ സർപ്ലസിന്റെ അടിയിൽ കാണിക്കാം. ഞാൻ എന്ത് ചെയ്തു? അവിടെ തന്നെ കാണിച്ചു. 12,000 ഇപ്പൊ ടാലിയായി. ടാലിയായി. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? ഫയൽ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഇത് ഓക്കെ അല്ലേ? പ്രശ്നം ഡൗട്ട് ഇല്ലല്ലോ? ഐ തിങ്ക് ഓക്കെ ആണെന്ന് തോന്നുന്നു. ക്ലാസ് കുഴപ്പമുണ്ടായില്ലല്ലോ? മനസ്സിലായില്ലേ? കറക്റ്റ് വണ്ണാവും. മനസ്സിലായില്ലേ? ഓക്കെ സോ നമുക്ക് നിർത്താം. ഡൗട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് താങ്ക് യു ഗൈസ്. താങ്ക് യു.